ഈ സർക്കാർ അദാനിയുടെ ഓഹരി വിൽപ്പനയ്ക്ക് താൽപ്പര്യപ്പെട്ടു നിൽക്കുന്നു, അതിന് കളമൊരുക്കും വിധത്തിലേക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന തോന്നൽ ധാരണ ശക്തമാണ്. സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങും മുമ്പ് തന്നെ അവർ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് പോയിരിക്കുന്നു, ലെറ്ററുകൾ നൽകിയിരിക്കുന്നു എന്നത് തന്നെ ആ സംശയത്തെ ബലപ്പെടുത്തുന്നതല്ലേ? എന്തിനാ മംഗലാപുരത്ത് ചർച്ചയ്ക്ക് പോയിരുന്ന ധാരണ? ഇവിടെ ഒരു അപേക്ഷ തരും, അപേക്ഷ പാസ്സാക്കണമെന്ന് പറയാനല്ല. MSC കമ്പനിക്ക് കരാറ് പ്രകാരം 49% പോയിട്ട് 25% ഷെയർ വിഴിഞ്ഞത്ത് വാങ്ങാൻ പറ്റില്ല. ഇത് സംബന്ധിച്ചുള്ള അനൗപചാരികമായ ചർച്ചയാണ് മംഗലാപുരത്ത് നടന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് കേരള സർക്കാർ പറയുന്നില്ല ഈ 5(3) പ്രകാരം തൂത്തുക്കുടിയിൽ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉള്ള MSCക്ക് എങ്ങനെ വിഴിഞ്ഞം കൊടുക്കാൻ പറ്റുമെന്ന്? പ്രശ്നം ഇവിടെയാണ്. There is conflict of interest. ഇതൊരു നിയമക്കുരുക്ക. ഈ ലീഗൽ ഇഷ്യൂ മറികടക്കാനുള്ള ആലോചനകളായിരിക്കുമോ അണിയറയിൽ നടക്കുന്നത്? കാരണം ഇത് മംഗലാപുരത്തു നിന്ന് തുടങ്ങിയതാണെന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ. തുറന്ന് കാര്യങ്ങൾ പറയണമെന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയണം. VD സതീശൻ വ്യക്തമാക്കേണ്ടത് ഇക്കാര്യമാണോ മംഗലാപുരത്ത് ചർച്ച ചെയ്തത്? കേരളത്തെ പൊട്ടം കളിപ്പിക്കരുത്. ഇത് ഒരിക്കലും അദ്ദേഹം മറുപടി പറയില്ല. കാര്യം അദ്ദേഹത്തിന് അതാ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈ വേർബൽ സ്കിൽസ് ഉണ്ടല്ലോ, ആ വേർബൽ സ്കിൽസ് വെച്ച് അദ്ദേഹം ഇപ്പൊ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുതെന്ന മറുപടി ഇതിന് ചേരില്ല കേട്ടോ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആരെയും ഈ പറയുന്ന കേരളത്തിൽ നിന്ന് മൂകാംബിക വരെ ചാർട്ടേഡ് ഫ്ലൈറ്റ് പോയ ചരിത്രമുണ്ടോ? ആര്യാടിന്റെ വീട്ടിൽ സ്കൂട്ടറെ പോകാത്തവരാണ് ആര്യാടിന്റെ ബന്ധുവിനെ കാണാൻ ഫ്ലൈറ്റേ പോയത്. ശരി, അദ്ദേഹം ഇപ്പം വീണിടത്ത് കിടന്ന് ഉരുളുന്ന പ്രോസസ്സാണ് നടന്നുകൊണ്ടിരുന്നത്. അല്ല, മംഗലാപുരം യാത്രയ്ക്കൊന്നും മറുപടിയില്ല. കാരണം മറുപടിയില്ല, ആരും മറുപടി പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. പോട്ടെ, നമുക്ക് ചോദിക്കാനേ പറ്റൂ. മാധ്യമപ്രവർത്തകർ പല രൂപത്തിൽ ചോദിച്ചു, ഊന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങ് ഒഴുക്ക മട്ടിൽ പോവുകയാണ് ചെയ്തത്.